കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ആദർശശുദ്ധിയുള്ളവരുടെ പട്ടിക എടുത്താൽ ആ പട്ടികയിലെ ഒന്നാം പേരുകാരനാണ് ആലപ്പുഴയിലെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ എന്ന് പറയേണ്ടി വരും. തൻ്റെ അരനൂറ്റാണ്ടിലധികം നീളുന്ന പൊതുജീവിതത്തിൽ ഒരു ഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ വെള്ളം ചേർക്കുവാൻ രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വരുന്ന ജി സുധാകരൻ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ പാർട്ടി നേതാക്കളോ പാർട്ടി പൊതുവിലോ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അതിനെതിരെ രൂക്ഷമായ വിമർശനമുയർത്തുവാനും തൻ്റെ ഇടം കാട്ടിയിട്ടുള്ള നേതാവാണ് ജി സുധാകരൻ. വി.എസ്. അച്യുതാനന്ദനും പിണറായി വിജയനും ഇത്തരത്തിൽ ജി സുധാകരൻ്റെ പരസ്യ വിമർശനത്തിന് വിധേയരായിട്ടുള്ളവരുമാണ്. ആദർശശുദ്ധിയുടെ പേരിൽ മാത്രമല്ല ജി സുധാകരനെ കേരളം ഓർമ്മിക്കേണ്ടത്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച പൊതുമരാമത്ത് മന്ത്രി എന്ന ഖ്യാതിയും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 2006-11 കാലഘട്ടത്തിലെ വി.എസ്. അച്യുതാനന്ദൻ സർക്കാരിലും പിന്നീട് 2016-21 കാലഘട്ടത്തിലെ ഒന്നാം പിണറായി സർക്കാരിലും പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിൽ മിന്നുന്ന പ്രകടനമാണ് ജി സുധാകരൻ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പിലെ അഴിമതികൾ ഇല്ലാതാക്കുവാനും ജി സുധാകരൻ എന്ന മന്ത്രിക്ക് കഴിഞ്ഞിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പാർട്ടിയും സർക്കാരും പൂർണ്ണമായി തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ സുധാകരനെ പോലെ ഒരുപിടി പ്രമുഖ നേതാക്കളെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ 2 ടേം മാനദണ്ഡം കർശനമാക്കി നടപ്പാക്കിക്കൊണ്ട് മാറ്റി നിർത്തുന്ന സാഹചര്യവും ഉണ്ടായി. ഇത്തരത്തിൽ സുധാകരൻ പാർട്ടി നേതൃസ്ഥാനത്തു നിന്നും അതുപോലെ തന്നെ പാർലമെൻ്ററി പദവികളിൽ നിന്നും കഴിഞ്ഞ 5 വർഷങ്ങളായി അകറ്റി നിർത്തപ്പെടുകയായിരുന്നു. പാർട്ടി പദവികളിൽ നിന്നും പാർലമെൻ്ററി പദവികളിൽ നിന്നും അകറ്റി നിർത്തിയെന്ന് മാത്രമല്ല, ജി സുധാകരനെ നിരന്തരമായി അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന സമീപനവും പാർട്ടി നേതൃത്വം പൊതുവിൽ കൈക്കൊണ്ടുപോന്നിരുന്നു. ഈ പട്ടികയിൽ സുധാകരനെ അവഗണിക്കുന്നവരുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്ന പേരുകാരാണ് ആലപ്പുഴയിൽ നിന്നുള്ള മന്ത്രിയായ സുധാകരൻ വളർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയ നേതാവായ സജി ചെറിയാനും അതുപോലെ തന്നെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനും. ഈ അടുത്ത ദിവസവും മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ജി സുധാകരനെതിരെ വളരെ അപഹാസ്യമായ ഒരു പരിഹാരമാണ് തൻ്റെ ഊളച്ചിരി ചിരിച്ചുകൊണ്ട് MV ഗോവിന്ദൻ അവതരിപ്പിച്ചത്. ഇതോടുകൂടി തൻ്റെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ട ജി സുധാകരനും കടുത്ത വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടുവാനുള്ള പ്രഖ്യാപനം ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുകയാണ്. താൻ പാർട്ടി മെമ്പർഷിപ്പ് ഇതുവരെ പുതുക്കിയിട്ടില്ല എന്നും ഇനി പുതുക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും സുധാകരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. സുധാകരൻ്റെ ഈ വെളിപ്പെടുത്തലിന് ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ വലിയ മാനങ്ങളാണുള്ളത്. നമുക്കറിയാം, വി.എസ്. അച്യുതാനന്ദനോട് പാർട്ടിയും പാർട്ടി നേതൃത്വവും പ്രത്യേകിച്ച് പിണറായി വിജയനും പിണയാളുകളും കാണിച്ചിട്ടുള്ള അവഗണന തന്നെ ആലപ്പുഴയിലെ സഖാക്കൾക്ക് വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ്. അതിന് പിന്നാലെ ജി സുധാകരനോടും സമാനമായ ശൈലി പിണറായിസ്റ്റുകൾ പുറത്തെടുക്കുമ്പോൾ അത് കൈയും കെട്ടി നോക്കി നിൽക്കുവാൻ അവർ തയ്യാറാകില്ല എന്ന കാര്യത്തിലും തർക്കമില്ല. പാർട്ടി നേതൃത്വത്തിലെ അപച്യുതികൾ ചൂണ്ടിക്കാട്ടിയതിനും പാർട്ടിയുടെ ശൈലിയിലുണ്ടായിട്ടുള്ള അധപതനം ചൂണ്ടിക്കാട്ടിയതിനുമാണ് ജി സുധാകരൻ എന്ന നേതാവ് പാർട്ടിയിൽ നിന്ന് ഇത്രയും കടുത്ത അവഗണന നേരിടേണ്ടി വരുന്നത്. അതിനാൽ തന്നെ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒരു നല്ല വേദിയായി മാറ്റണമെന്നുള്ള അഭിപ്രായം ആലപ്പുഴയിലെ സുധാകരനെ പിന്തുണയ്ക്കുന്ന VS-നെ പിന്തുണയ്ക്കുന്ന ബഹുഭൂരിപക്ഷം CPM പ്രവർത്തകരും വെച്ചു പുലർത്തുന്നുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തൻ്റെ സ്വന്തം തട്ടകമായ അമ്പലപ്പുഴയിൽ നിന്ന് ജി സുധാകരൻ മത്സരിക്കുവാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. ഐഷ പോറ്റിയും ജി സുധാകരനും സുരേഷ് കുറുപ്പും PK ശശിയുമെല്ലാം UDF പാളയത്തിലേക്ക് എത്തുമെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഐഷ പോറ്റിയുടെ കാര്യത്തിൽ അത് യാഥാർത്ഥ്യമാകുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ കടുത്ത നിലപാടുമായി കൊട്ടാരക്കര കണ്ടിട്ടുള്ള ഏറ്റവും ജനകീയയായ CPM MLA ഐഷ പോറ്റി പാർട്ടിക്ക് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ പാർട്ടി വിടുവാനുള്ള, പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുവാതിരിക്കുവാനുള്ള തൻ്റെ തീരുമാനം ജി സുധാകരൻ പ്രഖ്യാപിച്ചതോടെ CPM-ഉമായിട്ടുള്ള എല്ലാ ഔപചാരിക ബന്ധങ്ങളും അദ്ദേഹവും വിച്ഛേദിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ആലപ്പുഴ ജില്ല എന്നും അവർക്കൊരു വെല്ലുവിളിയുള്ള ജില്ലയാണ്. ഏറ്റവും പ്രതികൂല രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും CPM ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന ആലപ്പുഴ ജില്ലയിൽ കൃത്യമായ ഒരു കടന്നുകയറ്റം നടത്തുവാൻ ജി സുധാകരനെ പോലുള്ള നേതാക്കളുടെ അതൃപ്തി തങ്ങളെ സഹായിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് UDF-ഉം കോൺഗ്രസ് നേതൃത്വവും മുന്നോട്ട് പോകുന്നത്. ഏതൊക്കെയാണെങ്കിലും പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന ജി സുധാകരനെ അതിനാൽ തന്നെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെ കാര്യക്ഷമമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ആലപ്പുഴയുടെ MP ആയിട്ടുള്ള AICC ദേശീയ ജനറൽ സെക്രട്ടറിയും സംഘടനാ ചുമതല വഹിക്കുന്ന നേതാവുമായിട്ടുള്ള KC വേണുഗോപാൽ തന്നെയാണ്. ഈ ഘട്ടത്തിൽ മാധ്യമങ്ങളോട് താൻ സുധാകരനുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് വേണുഗോപാൽ പറഞ്ഞു വെക്കുമ്പോഴും കഴിഞ്ഞ കുറേ കാലങ്ങളായി
ജി സുധാകരനുമായി കെ സി വേണുഗോപാൽ വളരെ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. നേരിട്ടെത്തി തന്നെ അദ്ദേഹം ജി സുധാകരനെ പലവട്ടം സന്ദർശിച്ചിട്ടുമുണ്ട്. കോൺഗ്രസിൻ്റെ വേദിയിൽ പ്രത്യക്ഷപ്പെട്ട ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂല്യച്യുതികൾക്കെതിരെ മാസങ്ങൾക്ക് മുമ്പേ ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അമ്പലപ്പുഴയിൽ നിന്നും ജി സുധാകരൻ സ്വതന്ത്രനായി മത്സരത്തിനിറങ്ങിയാൽ UDF നിരുപാധിക പിന്തുണ നൽകുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഏതൊക്കെയാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, പ്രത്യേകിച്ച് CPM-ന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ അവരുടെ സിറ്റിംഗ് സീറ്റുകളായ കുട്ടനാടും അരൂരും കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്ന കാര്യത്തിൽ പാർട്ടി അണികൾക്ക് പോലും തർക്കമില്ല. ഇതിനു പുറമെ ജി സുധാകരൻ്റെ അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം CPM-ന് ആ കോട്ട നഷ്ടമാക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. ജി സുധാകരൻ്റെ സാന്നിധ്യം UDF പാളയത്തിൻ്റെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായാൽ അത് അമ്പലപ്പുഴയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്നും ആലപ്പുഴയിലും ചേർത്തലയിലുമെല്ലാം ഇതിൻ്റെ അലയൊലികൾ ഉണ്ടാകുമെന്നും പാർട്ടി അണികൾ ഭയപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും രമേശ് ചെന്നിത്തലയുടെയും കെ സി വേണുഗോപാലിൻ്റെയും തട്ടകത്തിൽ ജി സുധാകരൻ്റെ പുതിയ രാഷ്ട്രീയ നീക്കം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു സുവർണാവസരമാണ്. AK ആൻ്റണിയുടെയും വയലാർ രവിയുടെയും പ്രതാപകാലത്ത് പോലും തങ്ങളുടെ കൈപ്പിടിയിൽ പൂർണ്ണമായും ഒതുങ്ങാതിരുന്ന ആലപ്പുഴ ജില്ലയിൽ ഒരു ഉജ്ജ്വല മുന്നേറ്റമുണ്ടാക്കുവാൻ UDF-ന് 2026-ൽ സാധിക്കുമെന്ന നിലയിലേക്കാണ് ജി സുധാകരൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ കോൺഗ്രസിനെയും UDF-നെയും കൊണ്ടെത്തിക്കുന്നത്. സമാനതകളില്ലാത്ത പ്രതിസന്ധികൾ ഇത് മറുഭാഗത്ത് CPM-ന് സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഐഷ പോറ്റിക്കും ജി സുധാകരനും പുറമെ PK ശശിയും വിമത CPM നേതാക്കളുടെ കൺവെൻഷനിൽ ഉദ്ഘാടകനായി പങ്കെടുക്കുന്നതോടെ കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്കേ അറ്റം വരെയുള്ള പ്രധാനപ്പെട്ട ജില്ലകളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നെടുങ്കോട്ടകളിൽ വിള്ളൽ വീഴുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. ഇനി അറിയേണ്ടത് സുരേഷ് കുറുപ്പ് എന്ന നേതാവിൻ്റെ നിലപാടാണ്. പാർട്ടി നേതൃത്വത്തോട് തന്നെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കരുത് എന്ന് സുരേഷ് കുറുപ്പ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വേണ്ടി അല്ലെങ്കിൽ UDF പിന്തുണയോടുകൂടി കുറുപ്പ് മത്സരരംഗത്തുണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയുടെ പിന്തുണ, അദ്ദേഹത്തിൻ്റെ മൗനം മൂലമുള്ള പിന്തുണയെല്ലാം UDF-നായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. പാർട്ടിയിൽ തൻ്റെ വളരെ ജൂനിയറായിരുന്ന VN വാസവൻ എന്ന ഇപ്പോഴത്തെ മന്ത്രിയും ഏറ്റുമാനൂരിൻ്റെ ജനപ്രതിനിധിയുമായ നേതാവ് തന്നോട് പാർട്ടിക്കുള്ളിൽ കാണിച്ചിട്ടുള്ള അവഗണനകളെക്കുറിച്ചും തന്നെ പാർട്ടിയിൽ വെട്ടിയൊതുക്കിയതിനെക്കുറിച്ചും സുരേഷ് കുറുപ്പിനും മനസ്സിൻ്റെ ഉള്ളിൽ നീരസമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. തനിക്ക് പകരക്കാരനായി സംസ്ഥാന സമിതിയിലേക്ക് പൊതുവിൽ കേരളത്തിലെ ജനങ്ങൾ ഒരു കോമാളി എന്ന് വിശേഷിപ്പിക്കുന്ന അനിൽകുമാറിനെ പോലൊരു വ്യക്തിത്വത്തെ എടുത്തുയർത്തിയതിലും സുരേഷ് കുറുപ്പിന് ശക്തമായ പ്രതിഷേധമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് ആരംഭിച്ച് ആലപ്പുഴയിലൂടെ കടന്നുവന്ന് കോട്ടയത്ത് നിന്ന് ഒറ്റപ്പാലവും ഷൊർണൂരും വരെ എത്തുന്ന ഈ ഇടതുവിരുദ്ധ തരംഗം കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ രീതിയിലുള്ള ശക്തി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും എന്ന കാര്യത്തിലും തർക്കമില്ല എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. അതുപോലെ തന്നെ KK ശൈലജ ടീച്ചറെ പോലുള്ള ജനകീയ നേതാവിനെ സ്വന്തം തട്ടകമായ മട്ടന്നൂരിൽ നിന്ന് മാറ്റി വലിയ വെല്ലുവിളി നിറഞ്ഞ പോരാട്ടത്തിന് വേണ്ടി പേരാവൂരിലേക്ക് അയക്കുന്നതും, അതുപോലെ തന്നെ MV ഗോവിന്ദൻ്റെ, അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പിൻഗാമിയായി അദ്ദേഹത്തിൻ്റെ ഭാര്യ PK ശ്യാമള എന്ന വിവാദ കഥാപാത്രത്തെ, അതായത് ആന്തൂരിലെ വ്യവസായിയുടെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിൽ രാഷ്ട്രീയ പകരം വീട്ടിയ PK ശ്യാമളയെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കുന്നതുമെല്ലാം പാർട്ടി അണികൾക്കിടയിൽ വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതൊക്കെയാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പിണറായി വിജയൻ്റെ നേതൃത്വത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ജി സുധാകരൻ്റെയും ഐഷ പോറ്റിയുടെയും പാത പിന്തുടർന്ന് കൂടുതൽ നേതാക്കൾ തന്നെ രംഗത്ത് വരുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ജി സുധാകരൻ്റെ രാഷ്ട്രീയ ചുവടുമാറ്റം കോൺഗ്രസിന് ആലപ്പുഴ ജില്ലയിൽ അനന്ത സാധ്യതകൾ തുറന്നിടുമെന്ന വിവരം നിങ്ങൾക്കായി നൽകിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.